ഇന്ന് നമുക്കൊരു വൈദികൻ പുതുതായി പിറന്നു വീഴുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ അതിരൂപതയിൽ ഈ വർഷം 15 നവവൈദികരെയാണ് നമുക്ക് ലഭിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്ന ദൈവജനമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാൻ നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട്. നമ്മുടെ ഈ പ്രിയപ്പെട്ട വൈദികരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പൗരോഹിത്യത്തിൻ്റെ സമൃദ്ധിയാൽ ഈ സമൂഹത്തെ അനുഗമിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് ഈ പുന്നക്കുന്നുശ്ശേരിയിൽ വളരെ പ്രകൃതി മനോഹരമായി പ്രദേശത്ത് പടുത്തുയർത്തിയ മനോഹരമായ ദേവാലയത്തിൽ നമ്പ്യത്ത് ആൻ്റണി ശംശാനിക്ക് പൗരോഹിത്യ പട്ടം നൽകുകയാണ്. നമുക്ക് ആൻ്റണി ശംശാനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരാം. അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. ദൈവവിളിയോട് സമ്മതം കൊടുക്കുമ്പോൾ ഒരു വലിയ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ജീവിതാരംഭത്തിൽ അദ്ദേഹത്തിന് കൃപകളെല്ലാം സമൃദ്ധമായി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്പ്യത്ത് കുട്ടപ്പൻ്റെയും റെജിമോളുടെയും 2 ആമക്കളിൽ ഒരാളാണ് ജിതിൻ. സഹോദരൻ ജിബിനും ഇവിടെയുണ്ട്. മക്കൾ കുറവാണെന്ന് ഓർത്തൊന്നും ദൈവവിളി കുറയുകയില്ല എന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവാണ് ഈ കുടുംബം. 2 ആമക്കളെ ഉള്ളെങ്കിലും ഒരാൾ കർത്താവിൻ്റെ വിളി സ്വീകരിച്ചു. നമുക്കതിൽ സന്തോഷിക്കാം. ഈ അവസരത്തിൽ ജിതിനെയും ഈ വർഷങ്ങളിലെല്ലാം പരിശീലിപ്പിച്ചവരെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഏതാണ്ട് 11-12 വർഷങ്ങളിലെ ദീർഘമായ സെമിനറി പരിശീലനത്തിന് ശേഷമാണ് അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. ഈ പുളുങ്കുന്നിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം അദ്ദേഹം കുറിച്ചി മൈനസ് സെമിനറിയിലും നിരണം സെമിനറിയിലുമെല്ലാം പഠിച്ചു. അതിനുശേഷം SB കോളേജിൽ ഡിഗ്രി പഠിച്ചു. പിന്നീട് ഫിലോസഫിക്ക് ആലുവ മംഗലപ്പുഴ സെമിനറിയിലും തിയോളജി സത്ന സെമിനറിയിലുമായിട്ടാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. സത്ന മേജർ സെമിനാരിയുടെ റെക്ടറച്ഛനും ഇന്ന് നമ്മുടെ കൂടെ ഈ കർമ്മത്തിൽ പങ്കാളിയാകുന്നുണ്ട്. നമുക്കവരെ എല്ലാവരെയും ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കാം. കാരണം അവരുടെ എല്ലാം പരിശീലനത്തിൻ്റെ അവരെല്ലാം നൽകിയ പരിശീലനത്തിൻ്റെ ഫലമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരൻ്റെ ഇന്നത്തെ ഈ പൗരോഹിത്യ ദൈവവിളി. നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആരംഭിക്കേണ്ടത് ഈശോയുടെ പൗരോഹിത്യത്തിൽ നിന്നാണ്. ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ച് ധാരാളം എഴുതിയ വിശുദ്ധ ജീവിതം നയിച്ച് നമ്മളിന്ന് കടന്നുപോയ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ്. അത് ഇപ്രകാരമാണ്: ഈശോ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ല, ജീവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഈശോ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ല, ജീവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. വളരെ ആഴമുള്ള ഒരു വാക്യമായിട്ട് എനിക്കത് തോന്നി. നമ്മളെല്ലാവരും ജനിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിച്ച് ആകപ്പാടെ കഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് നമ്മളെല്ലാവരും. ജീവിക്കാൻ വേണ്ടി തത്രപ്പെടുന്നവരാണ് നമ്മൾ. ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ വല്ലാതെ ആ ക്ലേശങ്ങളിൽ ഉഴലുന്നവരാണ് നമ്മൾ. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, അവിടുന്ന് ജനിച്ചത് നല്ല സുഖമായിട്ട് ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവിടുന്ന് കുരിശൊക്കെ കണ്ടപ്പം അങ്ങ് ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു. കുരിശിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പത്രോസ് ശ്രമിച്ചതാണ്. ഞാൻ ജെറുസലേമിലേക്ക് പോവാണ്, അവിടെ കുരിശിൽ മരിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞപ്പം ഇച്ചിരി പ്രായവും പക്വതയും വിവരവും ഒക്കെയുള്ള പത്രോസ് കയറി മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, നമുക്ക് ആ പരിപാടി വേണ്ട. നീ അത് ആ ചെറുപ്പത്തിൻ്റെ തിളപ്പിലൊക്കെ പറയുന്നതാണ് ഇങ്ങനെയൊക്കെ പോയി മരിക്കാമെന്ന്. നമുക്ക് മരിക്കുകയൊന്നും വേണ്ട, കുറച്ചുകൂടെയൊക്കെ ജീവിച്ചിട്ട് ഇനിയിപ്പം മരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ പോയി മരിച്ചോ. പക്ഷെ കർത്താവ് വന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ വന്നിരിക്കുന്നത്
അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം അതായിരുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ വേണ്ടി അവിടുന്ന് ജനിച്ചു, അവിടുന്ന് ജീവിച്ചു, അവിടുത്തെ ജീവിതം യാഗമായി അവിടുന്ന് സമർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആരും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നിടത്ത് ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ ജീവിക്കുന്നു. അതായിരുന്നു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ശുശ്രൂഷിക്കപ്പെടാൻ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. അന്ന് ഒരു ഗുരു എന്നൊക്കെ പറയുന്നത് നിസ്സാര ആളല്ല. ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കാൻ എല്ലായിടത്തും ആൾക്കാരുണ്ട്. കർത്താവ് പോകുന്നിടത്തൊക്കെ കർത്താവിന് നല്ല സൽക്കാരമൊക്കെ കിട്ടിയിരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തേക്ക് വളരെ കൃത്യമായ ജീവിത ലക്ഷ്യം, ദർശനമുണ്ടായിരുന്നു. അവിടുന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച് അങ്ങ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും തൻ്റെ ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകാനും വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ മഹാമണ്ടത്തരമാണ്. ജനിച്ചത് ജീവിക്കാനല്ലേ, അങ്ങനെ സുഖമായിട്ട് ജീവിച്ചാൽ പോരെ, എന്തിനായി വയ്യാവേലിക്കൊക്കെ പോകുന്നത്, എന്തിനായി വല്ലവരുടെയും കാര്യമൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്, എന്തിനായി വല്ലവർക്കും വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്നത്, ഇതൊക്കെ മഹാമണ്ടത്തരമാണെന്ന് പറയുന്ന ഒരു ലോകത്തിൽ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ പൗരോഹിത്യത്തെ അനുകരിച്ച് ഞാനും ജനിച്ചത് ജീവിക്കാനല്ല ജീവിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഇന്ന് പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിക്കുകയാണ്. കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. ജീവിക്കാൻ വേണ്ടിയല്ല, ജീവിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് വൈദികര് വ്രതബദ്ധമായ ജീവിതം നയിക്കുന്നത്. സ്വന്തം സുഖവും സൗകര്യങ്ങളും നോക്കി ജീവിക്കാൻ അവർക്കെല്ലാ സാധ്യതകളുമുണ്ട്. അവർക്കതിനൊന്നും കുറവുണ്ടായിട്ടല്ല, മറിച്ച് അവര് അനേകരുടെ ആത്മീയ ജീവന് വേണ്ടി, അനേകരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ജീവൻ സമർപ്പിക്കുകയാണ്. അങ്ങനെ ജീവൻ സമർപ്പിക്കാനുള്ള ഒരു വിളി ഏറ്റെടുത്ത് നമ്മുടെ ഈ പ്രിയപ്പെട്ട മകൻ ഇന്ന് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയാണ്. അതിനുള്ള കൃപയാണ് പ്രിയപ്പെട്ടവരെ ഈ കൈവെപ്പിലൂടെ ഈ പ്രിയപ്പെട്ട മകന് ലഭിക്കുന്നത്. അത് മാനുഷികമായ കഴിവിൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്കെപ്പോഴും സ്വാഭാവികമായ ഒരു താല്പര്യം ജീവിക്കാനാണ്, സ്വന്തം സുഖമൊക്കെ നോക്കി ജീവിക്കാനാണ് സ്വാഭാവികമായ ഒരു താല്പര്യം. അത് മാനുഷികമായ കഴിവുകൊണ്ട് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ജീവൻ അർപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കനിവോടെ കർത്താവേ നീ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കുമ്പിട്ട് കിടക്കുന്നത്. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ഈ ജീവിതം സാധ്യമാകുന്നത്. ഒരു വൈദികൻ്റെ ജീവിതം മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനോ അത് നേടുമെന്ന് കർത്താവ് പറയുന്നത്. അത് വളരെ നിഷേധാത്മകമായ ഒരു വചനമായിട്ടൊക്കെ നമുക്ക് തോന്നാം. ഒരുമാതിരി സാഡിസമാണല്ലോ അത് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. ഒരു ദോഷൈക ദൃഷ്ടിയാണല്ലോ അത്. ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, ജീവിതം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കണം നേടും എന്നൊക്കെ പറയുന്നത് വളരെ നിഷേധാത്മകമായിട്ട് തോന്നാം. പക്ഷേ കർത്താവ് ഈ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ജീവൻ അത് മറ്റുള്ളവരെ ജീവിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്താനായിട്ടുള്ളതാണ്. നമുക്ക് കർത്താവ് ഈ ഒരു കൃപ നൽകുന്നു പൗരോഹിത്യത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ വൈദികൻ അനേകരെ ജീവിപ്പിക്കുന്നത്? അത് സ്വന്തം ജീവൻ നൽകിയാണ്. സ്വന്തം ജീവൻ, സ്വന്തം സമയവും കഴിവുകളും ആരോഗ്യവും എല്ലാം ഒരു ജനത്തിനു വേണ്ടിയിട്ട് സമർപ്പിച്ചാണ് ഈ വൈദികൻ അനേകരെ ജീവിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വൈദികര്
നിങ്ങൾ ഇത്തിത്താനത്ത് പ്രീസ്റ്റോമിൽ ചെന്ന് കഴിഞ്ഞാൽ വടിയൊക്കെ കുത്തി കണ്ണു നോക്കൊന്നും കാണാതെ അതുവഴി കുറച്ച് പേരൊക്കെ നടപ്പുണ്ട്. ഞാനെപ്പോഴും ഓർക്കും, ഇവരൊക്കെ വലിയ വലിയ പള്ളികളുടെ കൊറോന വികാരിമാരും വലിയ ആൾക്കാരും ഒക്കെ ആയിരുന്നവർ. അന്നൊക്കെ എന്ത് മനുഷ്യരായിരുന്നു ഇവരെ കാണാൻ വന്ന്. അന്നത്തെ ബന്ധങ്ങളൊക്കെ വെച്ചാണെങ്കിൽ ഇത്തിത്താനം പ്രീസ്റ്റോമിലോട്ട് സ്പെഷ്യൽ ബസ് ഇടേണ്ടതാണ്, കാരണം അതുപോലെ ആൾക്കാർ കാണാൻ വരേണ്ടതാണ്. പക്ഷെ അവിടെ ഒന്നും വലിയ തിരക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരും ഒന്നും അവരെ കാണാനൊന്നും അങ്ങോട്ടൊന്നും പോകാറില്ല. അവരതൊട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവർ ഈ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ കൊടുത്തത്, അത് അനേകരെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ വചനങ്ങളിലൂടെ, അവരുടെ സമർപ്പണത്തിലൂടെ അനേകർ ജീവൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു സംതൃപ്തിയോടുകൂടി അവർ ജീവിക്കുകയാണ്. ഇതാണ് പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും മനോഹാരിതയും. സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിലൂടെ അനേകരുടെ ആത്മാക്കളെ ജീവിപ്പിക്കാൻ പുരോഹിതൻ സ്വയം യാഗമായിട്ട് മാറുന്നു. പുരോഹിതന്റെ വചനപ്രഘോഷണം അനേകർക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്നതാണ് വചനപ്രഘോഷണം. ഒരു കുർബാനയിലെ 10 മിനിറ്റ് എന്ന് പറയുന്ന വചനപ്രഘോഷണത്തിൻ്റെ 10 മിനിറ്റ് അത് അമൂല്യമാണ്. ഞാനത് പലപ്പോഴും അച്ഛന്മാരോട് പറയാറുണ്ട്. ആ 10 മിനിറ്റ് ഒരു വൈദികനെ കേട്ട് കഴിയുമ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ആ വചനത്തിലൂടെ പ്രചോദനം കിട്ടുന്ന അനേകര് കുറേ ദിവസങ്ങൾ പ്രത്യാശയോടുകൂടി ജീവിക്കുകയാണ്. ദൈവവചനത്തിലൂടെ, വചനപ്രഘോഷണത്തിലൂടെ അനേകരെ ജീവിപ്പിക്കുന്നു. അതുപോലെ സൗഖ്യം നൽകുന്ന ഇടപെടലുകളിലൂടെ അനേകരെ ജീവിപ്പിക്കുന്ന പുരോഹിതൻ. സൗഖ്യം നൽകുന്ന ഇടപെടലുകൾ, കർത്താവ് പോയിടത്തെല്ലാം സൗഖ്യം വാരി വിതറി. ഒരു പുരോഹിതനും തൻ്റെ ഇടപെടലുകളിലൂടെ, തൻ്റെ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് സൗഖ്യമായിട്ട് മാറുന്നു. വേദനിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിലായിരിക്കുന്നവരെ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്തുകൊണ്ട് ആ ഭാരത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയാണ്. അങ്ങനെയെല്ലാം നവ്യമായ ജീവനിലേക്ക് നമ്മുടെ സഹോദരങ്ങളെയെല്ലാം നയിക്കുകയാണ് പുരോഹിതൻ. അതിനുള്ള ദൗത്യമാണ്. ഒരു പുരോഹിതൻ്റെ ജീവിതം പരാജയപ്പെടുന്നത് എപ്പോഴാണ്? അയാൾ ജീവിക്കാൻ വേണ്ടിയാകുമ്പോഴാണ്. സ്വന്തം ജീവൻ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളിലാണ് ഒരു പുരോഹിതൻ പരാജയപ്പെട്ടു പോകുന്നത്. മറ്റുള്ളവരെ ജീവിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ അയാൾ എന്നും വിജയിക്കും. വലിയ സംതൃപ്തിയായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്പ്യത്ത് ആന്റണി ശംശാനിക്ക് തിരുപ്പട്ടം എന്ന കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അനേകരെ ജീവിപ്പിക്കാൻ വേണ്ടി, യഥാർത്ഥമായ ജീവൻ കണ്ടെത്താൻ അനേകരെ സഹായിക്കാൻ വേണ്ടി സമർപ്പിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കൂദാശയിൽ പങ്കെടുക്കാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും കുടുംബത്തെയും എല്ലാം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഒരു വിശ്വാസ ജീവിതവും നമ്മുടെ ഈ ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസദാർഢ്യവുമൊക്കെയാണ് നമ്മുടെ ശംശാനയുടെ ദൈവവിളി കണ്ടെത്തലിലേക്ക് നയിച്ചിരിക്കുന്നത്. ജിതിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.